എൻ്റെ കൂടെ വരുന്ന ഇവനെ എത്ര പ്രായമുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? അവൻ വേറെ 2.5 വയസ്സ് പ്രായം, 80 കിലോയും. സംഭവം പൊളിക്കും. എൻ്റെ കയ്യിൽ നിന്നില്ല കേട്ടോ, അത് അവൻ പിടിച്ചോണ്ട് ഓടി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അവനെ തീറ്റി ഇവിടെ കെട്ടിയിരിക്കുന്നുണ്ട്. ഫാസ്റ്റായിട്ട് ഓടി വന്നതാണ്. കണ്ടില്ലേ ഇവൻ്റെ സൈസ് കണ്ടില്ലേ? ഇത് പഞ്ചാബി ബീറ്റൽ ഇനത്തിൽപ്പെട്ട ആടാണ് കേട്ടോ. കേരളത്തിൽ വളരെ ചുരുക്കമായും തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടില്ല ഇത്. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇവന്മാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കണ്ടേ. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഒരുപാട് ഇനമുണ്ട്. പഞ്ചാബി ബീറ്റൽ മാത്രമല്ല, ഒരുപാട് ഇനങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. പഞ്ചാബി ബീറ്റലിൽപ്പെടുന്ന 2 മുട്ടന്മാരാണ്. 2 വയസ്സ് 2.5 വയസ്സ്. അപ്പോൾ ഇതിനെ ബ്രീഡിങ് പർപ്പസിനായിട്ട് കൊടുക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇത് 2.5 വയസ്സേ ആയിട്ടുള്ളൂ. 80 കിലോ ആയിട്ടുണ്ട്. ഇത് 80 കിലോയിലൊന്നും നിൽക്കത്തില്ല, 100 കിലോയ്ക്ക് മുകളിൽ പോകുന്ന ഇനമാണ് കേട്ടോ. പൊക്കത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞാൽ ഞാൻ ഇവൻ്റെ അനിയനായിട്ട് നിൽക്കും. ഇത്ര പൊക്കത്തിൻ്റെ കാര്യത്തിൽ എന്നെക്കാളും ഹൈറ്റ് ഉണ്ടാവും നേരെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 3 വയസ്സൊക്കെ ആയതിന് എത്രമാത്രം ഹൈറ്റ് വരുമെന്നും വെയിറ്റ് വരുമെന്നും നിങ്ങൾക്ക് ഊഹിക്കാം. ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞിരംകുളത്തെ അൽഫോൺസ ക്യാപ്രൈൻ ഫാമിലാണ്. 50ഓളം ആടുകൾ ഇവിടെ സെയിലിനുണ്ട് കേട്ടോ. ബ്രീഡിങ്ങിന് പറ്റിയ 9 മുട്ടൻകുട്ടികളും വലിയ 2 മെയിൽ ആടുകളും ഉണ്ട്. വാങ്ങുവാണെങ്കിൽ ഇതുപോലുള്ള ഹൈ ക്വാളിറ്റി ഇനങ്ങൾ വാങ്ങിച്ച് കെട്ടണം കേട്ടോ. ഒരു പോത്തിനെ വാങ്ങിച്ച് കെട്ടുന്നതിനേക്കാൾ ലാഭമാണ് എന്തുകൊണ്ടും. നമുക്ക് പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇത്രയും വലിയൊരു മുട്ടനെ ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ അവൻ വലിയ അപകടകാരിയോ ഇടിക്കുന്നോ ഒന്നുമല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവൻ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ അവൻ കൂളായിട്ട് നമുക്ക് നിന്ന് തരും. പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇല്ലടാ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലേ. ഇവൻ ഭയങ്കര നമ്മുടെ ഫ്രണ്ട്ലിയാണ് കേട്ടോ. ചെവിയൊക്കെ കണ്ടില്ലേ. എല്ലാത്തെ പറ്റി എനിക്ക് അറിയില്ല, പക്ഷേ ഇവന്മാരെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി, എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോഴെന്താ ഇവന്മാരുടെ ഇനങ്ങൾ ഏതൊക്കെ ഇനത്തിൽ ഇനി ഉണ്ടെന്ന് അറിയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് ഈ പഞ്ചാബി ബീറ്റൽ ഇവിടെ കൊണ്ടുവന്ന് പരിപാലിക്കാൻ വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ? അങ്ങനെ വളർത്തുന്നതുണ്ടോ? നമ്മളിത് കുട്ടിയെ വാങ്ങിച്ച് വളർത്തുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ? നമ്മളിപ്പം PPR വാക്സിനേഷൻ എടുത്തു. പഞ്ചാബിൽ തന്നെ 21 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞായിരുന്നു. ഈ ആടുകളെല്ലാം അവിടെ ക്വാറന്റൈൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെത്തിയിട്ട് ഇന്ന് 7 ദിവസം കഴിഞ്ഞു. അപ്പം നാളെ മുതൽ ഇത് സെയിലിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫുഡ് കഴിച്ചു തുടങ്ങി. നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആടിൻ്റെ തീറ്റ, പിന്നെ പരുത്തിപ്പുണ്ണാക്ക്, ഗോതമ്പ് തവിട് ഇത്രയും മിക്സ് ചെയ്ത് ഒത്തിരി വെള്ളം ഇല്ലാത്ത രീതിയിലാണ് നമ്മളിപ്പം കൊടുത്തു തുടങ്ങി. ഇപ്പോൾ 5 ദിവസമായി നമ്മുടെ തീറ്റ സ്റ്റാർട്ടായിട്ട്. നമുക്ക് ഇത് വളർത്തി കഴിഞ്ഞാൽ എത്ര കിലോ വരെ മാക്സിമം ഈ ആടിൻ്റെ വെയിറ്റ് പോകും? മെയില് ഏകദേശം ഒരു 100-120 കിലോ വരെ പോവും. ഫീമെയിൽ ഒരു 60-65 കിലോ വരെ. അതിൻ്റെ പാല് നമുക്ക് എത്രത്തോളം കിട്ടുമെന്നറിയാം? പാല് ഇപ്പം എനിക്കിപ്പോൾ ഉള്ളതിൽ ഏകദേശം 3 ലിറ്ററിന് പുറത്ത് പാല് കിട്ടിയ ആടുകളുണ്ട്. ഇപ്പം നമുക്ക് പാല് 2 ഗ്ലാസ് 3 ഗ്ലാസ് പാല് കിട്ടുന്നതേ ഉള്ളൂ. കാരണം ഏകദേശം പ്രഗ്നൻ്റ് ആടുകളാണ് നിലവിലുള്ള. പാലാടുകളും ഉണ്ട്. ഒരു ലിറ്ററിനകത്ത് പാല് കിട്ടുന്ന ആടുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. 10ഓളം പാല് കിട്ടുന്ന ആട് ഉണ്ട് ഇവിടെ നിലവിൽ. ബാക്കി ഏകദേശം ഒരു 15ഓളം പ്രഗ്നൻ്റ് ആടുണ്ട്. പിന്നെ പഞ്ചാബിൽ തന്നെ ലോഹ ബീറ്റിലുണ്ട്, ഷേര ബീറ്റിലുണ്ട്. പിന്നെ അമൃത്സർ ബീറ്റിലെന്ന് പറഞ്ഞാൽ റെയർ, അതെന്ന് പറഞ്ഞാൽ നല്ല ഹൈ ടോപ്പ് ക്വാളിറ്റി, നല്ല ചെവി നീളമുള്ള ഫീമെയിൽസ്. അത് ഏകദേശം ഒരു 10 ഉണ്ട്. കുട്ടികളും കുറച്ചൊരു 5-6 കുട്ടികളോളം ഉണ്ട്. ഇത്രയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. മൊത്തത്തിൽ 50 ഉണ്ട്. 50 ഉണ്ട് കൊടുക്കാൻ. പിന്നെ ഇതിപ്പം പാൽപ്പല്ല് പ്രായത്തിൽ ഒരു 5 മുട്ടൻകുട്ടിയുണ്ട്. നല്ല ടോപ്പ് ക്വാളിറ്റി മുട്ടൻകുട്ടികളാണ്. നമുക്ക് ബ്രീഡിങ്ങിന് നിർത്താൻ പറ്റും. പിന്നെ വലിയ 2 മുട്ടയുണ്ട് ബ്രീഡിങ്ങിന് നിർത്താൻ പറ്റിയ. ഇതെല്ലാം 1 വയസ്സിനകത്തുള്ള ആടുകളാണ്. പാൽപ്പല്ല് പ്രായമാണ്. കറക്റ്റ് ബ്രീഡിന് പറ്റിയ മുട്ടൻകുട്ടികളാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആടുകളാണ് ഇതെല്ലാം. 1 വയസ്സിൽ പോലും 40-ന് പുറത്ത് വെയിറ്റുള്ള ആട്ടിൻകുട്ടികളാണ് ഇതെല്ലാം. ടോപ്പ് ക്വാളിറ്റിയിലുള്ള പഞ്ചാബിലെ തന്നെ അമൃത്സർ ബീറ്റിൽ എന്നറിയപ്പെടുന്ന നല്ല ടോപ്പ് ക്വാളിറ്റി ഫീമെയിൽസിനെ നമുക്കിപ്പം കാണാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മുട്ടനാടുകളെ കണ്ടത്. ഇനി നമുക്ക് ഫീമെയിലിനെ കാണാം. ചെവിനീളമുള്ള അമൃത്സർ ബീറ്റിലാണ്. ബീറ്റിലിൻ്റെ ഫീമെയിലാണ് കേട്ടോ. ഈ ഫീമെയിൽ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ഏകദേശം 50 കിലോയുടെ അടുപ്പിച്ച് വരുന്ന വെയിറ്റുള്ള ഫീമെയിലാണ്. അമൃത്സർ ബീറ്റിലാണ്. ബീറ്റിലിൻ്റെ ഫീമെയിലാണ്. ചെവിയുടെ നീളമൊക്കെ നിങ്ങൾ കണ്ടോ? നല്ല ക്വാളിറ്റിയിലുള്ള ചെവിയും അതുപോലെ തന്നെ ഈ ഫേസൊക്കെ നിങ്ങൾ കണ്ടു നോക്കി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആടിനെ നോക്കിയെടുക്കുന്നവർ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ക്വാളിറ്റി അറിയണത് ഇങ്ങനെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ലോഹ ബീറ്റിലാണ് കേട്ടോ. ലോഹ ബീറ്റലിൻ്റെ ഇനത്തിൽപ്പെട്ട ഫീമെയിൽ ആടുകളാണ്. ഇത് കുട്ടിയാണ് കേട്ടോ. ഈ ലോഹ ബീറ്റലിന് 1.5 വയസ്സുള്ള. ഇത് മിൽക്ക് കപ്പാസിറ്റിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ബീറ്റൽ ഇനത്തിൽപ്പെട്ടത് ഈ മിൽക്ക് കപ്പാസിറ്റിയാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വരുന്ന ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാണാനുള്ളൊരു ഭംഗിയും ഒരു ക്യൂട്ട്നെസ്സുമാണ് ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, അതാണ് ലോഹ ബീറ്റൽ. ഇങ്ങനെ കെട്ടി വെക്കാൻ പരുവത്തിനുള്ള ചെവിയുണ്ട്, കണ്ടില്ലേ? ഇത് കണ്ടോ, കെട്ടിയിട്ട് മിച്ചമുണ്ട്, കണ്ടില്ലേ? മുടിയൊക്കെ നമ്മൾ കെട്ടി വെക്കുന്നില്ല, ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റിയ അത്രയും നീളത്തിലുള്ള ചെവി കേട്ടോ. ഞാൻ അഴിച്ചു കളയാം.
ഇതൊരു 60 കിലോ 50 കിലോയ്ക്ക് പുറത്ത് വരും. ചിലർ പറയും ഒരുപാട് വില പറഞ്ഞു. ഇനം ആടാണ്, നല്ല ഇനത്തിലുള്ള ആടുകളാണ്. ഇത് കിട്ടാൻ തന്നെ വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വാങ്ങുന്ന ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. ഇതുകൊണ്ട് ഇത്രയും ക്വാളിറ്റി ഉള്ളതിന് ഒരിടത്ത് മറ്റൊരിടത്ത് നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടാനില്ല. നല്ല ക്വാളിറ്റിയുള്ള 2 ഫീമെയിലാണ് നിൽക്കുന്നത് കേട്ടോ. പെട്ടെന്നൊക്കെ വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇതും അത്യാവശ്യം വെയിറ്റും അതുപോലെ വലിപ്പവും ഒക്കെ വെക്കുന്ന ഒരു ഇനം തന്നെയാണ്. ഷേരാ ബീറ്റിലാണ്, ഫീമെയിലാണ്. ഇതിൻ്റെ ഫീമെയിലാണ് കേട്ടോ. 5 എണ്ണം ഉണ്ട് മൊത്തത്തിൽ. 1.5 വയസ്സൊക്കെ ആയതേ ഉള്ളൂ. 1.5 വയസ്സൊക്കെ ആയ ഫീമെയിലാണ് കേട്ടോ. ഈ ആടൊന്നും കിലോ വിലയല്ല കേട്ടോ. ഇതൊക്കെ മോഹ വിലയാണ്. കാരണം അത്രയും ഹൈ ക്വാളിറ്റി ബ്രീഡ് ഇനങ്ങളാണ് ഇതൊക്കെ. ബീറ്റൽ ഇനത്തിൽപ്പെട്ട ഇനങ്ങളാണ്. അപ്പോൾ ഇവന്മാരെ ആവശ്യമുള്ളവർ വിളിക്കാൻ വേണ്ടി ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ വിളിച്ചാൽ മതി, വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. ഇതെല്ലാം പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കുമതി ചെയ്ത ആടുകളാണ് കേട്ടോ. നാളെ തൊട്ട് ഇതിൻ്റെ സെയിൽ ആരംഭിക്കും.